ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി മഹാത്മ്യത്തിലെ 5-ാം അധ്യായം ദേവി ദൂത സംവാദം ആണ്. അതിൽ ദേവി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് 66-ാമത്തെ ശ്ലോകത്തിൽ. അതായത് ഈ ദൂതൻ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ദേവി ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. അതിൻ്റെ ബാക്കി ഇനി എന്താണ്, അത് കഴിഞ്ഞ് എന്തുണ്ടായി എന്നാണ് ഇന്ന് നമുക്കിപ്പം പഠിക്കേണ്ടത്. അപ്പോൾ അത്രയും അത് ഓരോ ശ്ലോകം എടുത്തിട്ട് അർത്ഥം നോക്കാം. മുഴുവൻ വായിച്ചിട്ട് പറയുമ്പം ടൈം ഇതിൽ ലോഡാവുന്നില്ല. അതുകൊണ്ട് യൂട്യൂബിൽ കുറച്ച് പോകാൻ പാടാണ്. അതുകൊണ്ട് ശ്ലോകം വായിച്ച് ഓരോ ശ്ലോകം വായിച്ച് അർത്ഥം പറഞ്ഞു പോവുകയാണ്. ശ്രീദേവി ഉവാചാം. അഥ ശ്രീമദ്ദേവി മാഹാത്മ്യേ ദേവീദൂത സംവാദോ നാമ പഞ്ചമോധ്യായേ ശ്ലോകം 67 മുതൽ 76 വരെ. ദേവി ഉവാചാം. സത്യമുക്തം ത്വയാ നാത്ര മിഥ്യാ കിഞ്ചിത് ത്വയോദിതം ത്രൈലോക്യാധിപതി ശുംഭോ നിശുംഭശ്ചാപിതാദൃശഃ. സത്യം ഉക്തം. ഉക്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് സത്യം. ത്വയാ അങ്ങയാൽ അല്ലെങ്കിൽ നിന്നാൽ, ന അത്ര മിഥ്യ മിഥ്യയല്ല, നീ പറഞ്ഞതൊന്നും തെറ്റല്ല, എല്ലാം സത്യം തന്നെയാണ് എന്ന് ദേവി പറഞ്ഞു. എന്നിട്ടോ കിഞ്ചിത് ത്വയാ ഉദിതം, നീ പറഞ്ഞതെല്ലാം സത്യം തന്നെ. കിഞ്ചിത് എന്ന് പറഞ്ഞാൽ ഒന്നും, ത്വയാ ഉദിതം നിന്നാൽ പറയപ്പെട്ടതൊന്നും മിഥ്യയല്ല, സത്യം തന്നെ എന്നാണ് ദേവി പറഞ്ഞത്. എന്നിട്ട് പറയുന്നു ത്രൈലോക്യ അധിപതി ശുംഭഃ നിശുംഭശ്ചാദിതാദൃശഃ. ഈ 3 ലോകത്തിനും അധിപതിയാണ് ഈ ശുംഭനും നിശുംഭനും എന്ന്. ശുംഭനും അതുപോലെ താദൃശഃ എന്ന് പറഞ്ഞാൽ അതുപോലെ 3 ലോകവും നിങ്ങൾ 2 പേരുടെയും തന്നെ. ഇത് ശുംഭനോട് പറയുന്നത് പോലെ ദേവി ദൂതനോട് പറഞ്ഞു വിടുന്നതാണ്. അപ്പം സത്യമുക്തം ത്വയാ നാത്ര മിഥ്യാ കിഞ്ചിത് ത്വയോദിതം ത്രൈലോക്യാധിപതി ശുംഭോ നിശുംഭശ്ചാപിതാദൃശഃ. സുഗ്രീവനോടായി ദേവി ഇങ്ങനെ പറയുന്നു, നീ പറഞ്ഞതെല്ലാം പരമാർത്ഥം തന്നെ, കപടത്തിൻ്റെ കടിക പോലും അതിലില്ല, സത്യം. ത്രൈലോക്യനാഥനാണ് ശുംഭൻ, നിശുംഭനും അതുപോലെ തന്നെ, അപ്രകാരം തന്നെ എന്നുള്ളത് താദൃശ എന്ന് പറഞ്ഞ് അത് ഞാൻ സമ്മതിക്കുന്നു എന്ന് ദേവി പറഞ്ഞു. അടുത്ത ശ്ലോകം. കിന്തു അത്ര യത് പ്രതിജ്ഞാതം മിഥ്യാ തത് ക്രിയതേ കഥം ശ്രൂയതാം അല്പബുദ്ധിത്വാത് പ്രതിജ്ഞായാ കൃതാ പുരാ. കിന്തു അത്ര യത് പ്രതിജ്ഞാതം. പ്രതിജ്ഞാതം എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ ചെയ്തത്. അപ്പം ഒരു കാര്യമുണ്ട്. കിന്തു എന്ന് പറഞ്ഞാൽ പക്ഷേ ഒരു കാര്യമുണ്ട്. പണ്ട് പുരാ, ലാസ്റ്റിൽ പുരാ എന്നുണ്ട്. പുരാ പണ്ട് ഞാൻ അല്പബുദ്ധി കൊണ്ട്, എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്തു. പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ വ്രതം, ഒരു വ്രതം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ ചെയ്തു. എന്താണ്? ശ്രൂയതാം, അത് കേട്ടാലും എന്ന്.
അതായത് പണ്ട് ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതെൻ്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, അത് മിഥ്യയാകാൻ പാടില്ലല്ലോ. മിഥ്യാ തത്ക്രിയതേ കഥം, അതെങ്ങനെ മിഥ്യയായി ഭവിക്കും, എങ്ങനെ മിഥ്യയാകാൻ പറ്റും? അതിനെ മിഥ്യയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനെടുത്ത ആ വ്രതം കേട്ടാലും എന്താണെന്ന് കേട്ടാലും എന്ന് പറഞ്ഞ് ആ വ്രതത്തെ പറ്റി പറയുകയാണ്. കിം തത്ര എന്നാണ്. കിന്തു അത്ര തത് പ്രതിജ്ഞാതം മിഥ്യാ തത് ക്രിയതേ കഥം ശ്രൂയതാം അല്പബുദ്ധിത്വാത് പ്രതിജ്ഞായ കൃതാപുര. എന്നാൽ നീ പറഞ്ഞതുപോലെ ശുംഭനിശുംഭന്മാരിൽ ആരെങ്കിലും എന്നെ പരിഗ്രഹിക്കാമെന്ന് ചോദിച്ചാൽ അതിനല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാനൊരു പ്രതിജ്ഞ എടുത്തു. ആ പ്രതിജ്ഞ എന്താണെന്ന് നീ കേട്ടാലും എന്ന് പറഞ്ഞ് പ്രതിജ്ഞ പറയുന്നു. യോമാം ജയതി സംഗ്രാമേ യൊമേ ദർപ്പം വ്യപോഹതി യൊമേ പ്രതിഫലോ ലോകേ സമേ ഭർത്താ ഭവിഷ്യതി. എന്താണ് ആ പ്രതിജ്ഞ? യോ മാം ജയതി, ഏതൊരുവനാണോ എന്നെ ജയിക്കുന്നത്. എവിടെ? സംഗ്രാമേ, സംഗ്രാമം യുദ്ധം. യുദ്ധത്തിൽ ആരാണോ എന്നെ ജയിക്കുന്നത്, അല്ലെങ്കിൽ യോമേ ദർപ്പം വ്യപോഹതി, എൻ്റെ ദർപ്പത്തെ ആരാണോ നശിപ്പിക്കുന്നത്, ദർപ്പം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെ ആരാണോ നശിപ്പിക്കുന്നത്. യോമേ പ്രതിഫലോ ലോകെ, ഈ ലോകത്തിൽ ഏതൊരുവനാണോ എനിക്ക് തുല്യ ശക്തിയായിട്ടുള്ളത്, സാ മേ ഭർത്താവ് ഭവിഷ്യതി, അവൻ എൻ്റെ ഭർത്താവായി ഭവിക്കും എന്ന് പറഞ്ഞു. യോമാം ജയതി സംഗ്രാമേ യൊമേ ദർപ്പം വ്യപോഹതി യൊമേ പ്രതിഫലോ ലോകേ സമേ ഭർത്താ ഭവിഷ്യതി. അപ്പോൾ നീ പറഞ്ഞ പോലെ ശുംഭനിശുംഭന്മാരെ ഒന്നും പരിഗ്രഹിക്കാൻ എനിക്ക് പറ്റില്ല. അതിനൊരു കാര്യമുണ്ട്. എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ ഒരു പ്രതിജ്ഞ ചെയ്തു പോയി. ആ പ്രതിജ്ഞ ഇങ്ങനെയാണ്: ഏതൊരുവൻ എന്നെ യുദ്ധത്തിൽ ജയിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരത്തെ നീക്കം ചെയ്യുകയോ അതുമല്ലാത്ത പക്ഷം എനിക്ക് തുല്യവാനായി ലോകത്തിൽ കാണപ്പെടുകയോ ചെയ്താൽ അവൻ എൻ്റെ ഭർത്താവായി തീരും എന്നാണ് എൻ്റെ പ്രതിജ്ഞ. അപ്പോൾ പ്രതിജ്ഞ എന്താണെന്ന് പറഞ്ഞു. തദാഗച്ഛതു ശുംഭോത്ര നിശുംഭോ വാ മഹാസുരഃ മാം ജിത്വാ കിം ചിരേണാത്ര പാണിം ഗൃഹാതു മേ ലഘു. തദാഗച്ഛതു ശുംഭോത്ര, അതുകൊണ്ട് എന്തു ചെയ്യണം? ശുംഭനോ നിശുംഭനോ നിശുംഭനോട് മഹാസുരന്മാരായ ശുംഭ നിശുംഭന്മാർ, പ്രബലന്മാരും പ്രസിദ്ധന്മാരുമായ അസുരന്മാരിൽ ശുംഭനും നിശുംഭനും ഇത് പ്രയാസം കൂടാതെ പറ്റും. കിം ചിരേണ അത്ര എന്ന് പറഞ്ഞാൽ എന്തിനാണ് താമസിക്കുന്നത്, എന്തിനാണ് സമയം കളയുന്നത്. തത് ആഗച്ഛതു, ആ ശുംഭനോ നിശുംഭനോ ഇങ്ങോട്ട് വരട്ടെ. ആ മഹാസുരന്മാരായ അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്ന് പാണിയും ഗൃഹാതുമേലു, എൻ്റെ പാണിയെ ഗ്രഹിക്കട്ടെ, എൻ്റെ കയ്യെ പിടിച്ചു കൊണ്ടുപോയിക്കോട്ടെ, എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. അത് ലഘു എന്ന് പറഞ്ഞ ലാസ്റ്റ് വാക്ക്. ലഘു എന്ന് പറഞ്ഞാൽ ഈസി. അവർക്കത് ഈസി ആയിട്ട് സാധിക്കുമല്ലോ, എന്നെ വന്ന് അവർ പിടിച്ചുകൊണ്ട് പൊക്കോട്ടെ എന്ന്. തദാഗച്ഛതു ശുംഭോത്ര നിശുംഭോ വാ മഹാസുര, ശുംഭനോ നിശുംഭനോ ആരോ ആകട്ടെ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് സമയം കളയാതെ എൻ്റെ കയ്യെ പിടിച്ച് എന്നെ കൊണ്ടുപോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. തദാഗച്ഛതു ശുംഭോത്ര നിശുംഭോ വാ മഹാസുര മാം ജിത്വാ കിം ചിരേണ അത്ര പാണിം ഗൃഹാതു മേ ലഘു. അടുത്തത് ദൂത ഉവാച. അപ്പോൾ അവർക്ക് ഈസിയാണല്ലോ എന്നെ വന്ന് പിടിച്ചോണ്ട് പോകുന്നത് എന്നാണ് പറഞ്ഞത്. ദൂത ഉവാച, അപ്പം ദൂതൻ പറയാണ്, ഇത്രയും ദേവി പറഞ്ഞപ്പോൾ ദൂതൻ പറയാണ്, അവിലിപ്താസി ദേവി ത്വം മൈവം ബ്രൂഹി മമ അഗ്രത ത്രൈലോക്യേ കാ പുമാൻ തിഷ്ടേത് അഗ്രേന്ന് ശുംഭനിശുംഭയോഹോ. അവിലിപ്താസി, നിനക്ക് അഭിമാനം കൂടുതലാണ്. നിൻ്റെ അഭിമാനമൊന്നും അഹങ്കാരമൊന്നും വേണ്ട. അഭിമാനം അഹങ്കാരമല്ല ഒന്ന്. അപ്പോൾ അഹങ്കാരമൊന്നും വേണ്ട. എൻ്റെ മുൻപിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ദേവി. അല്ലയോ ദേവി, നീ എൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയാതെ എന്ന് പറഞ്ഞിട്ട് പറയാം. ത്രൈലോക്യേ കാ പുമാൻ, ഏതൊരു 3 ലോകത്തിലും ഏതൊരു പുരുഷനാണ് അഗ്രേ ശുംഭനിശുംഭയോഹോ, ഏതൊരു പുരുഷനാണ്
ഇവരുടെ 3 ലോകത്തിനും നാഥന്മാരായ ആ ശുംഭനിശുംഭന്മാരുടെ മുൻപിൽ നിൽക്കാൻ സാധിക്കുക. ഏതൊരു പുരുഷൻ നിൽക്കാൻ പറ്റും? ആരും നിൽക്കില്ല എന്നർത്ഥം. ഒരു പുരുഷന് പോലും ഈ 3 ലോകത്തിലും ഒരാൾക്ക് പോലും ശുംഭനിശുംഭന്മാരുടെ മുൻപിൽ അഗ്രേ എന്ന് പറഞ്ഞാൽ മുൻപിൽ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏതൊരു മനുഷ്യന് സാധിക്കുമെന്ന്, അതായത് ആർക്കും പറ്റില്ല. അപ്പോൾ ശുംഭൻ്റെ നിശുംഭൻ്റെയും മുൻപിൽ നിൽക്കാൻ ആർക്കും യോഗ്യതയില്ല. പിന്നെയാണോ നീ എന്നാണ് ചോദിക്കുന്നത്. അവിലിപ്താസിമൈവം ത്വം ദേവി ബ്രൂഹി മമാഗ്രത. ഇതിലും വായിക്കാം, അർത്ഥം ഒന്ന് തന്നെയാണ്. അതായത്, അല്ലയോ ദേവി, നീ മയി ഏവം നീ പറയപ്പെടുന്ന പോലെ അവിലിപ്താസി, അഭിമാനം അഹങ്കാരം ഒന്നും വേണ്ട, എന്നോട് കൂടെ അല്ലെങ്കിൽ എൻ്റെ കൂടെ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. മമ അഗ്രത, എൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയും. അഗ്രത എന്ന് പറഞ്ഞാൽ മുമ്പിൽ. 3 ലോകത്തിലും ശുംഭനോടും നിശുംഭനോടും നേരെ നിന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ആരും അവരുടെ മുൻപിൽ നിൽക്കില്ല. നാ തിഷ്ടേത് അഗ്രേ ശുംഭ നിശുംഭയോഗം, ആർക്ക് നിൽക്കാൻ സാധിക്കും എന്ന്. അന്യേഷാമപി ദൈത്യാനാം സർവേ ദേവാന വൈയുധി തിഷ്ടന്തി സമ്മുഖേ ദേവി കിം പുനഃ സ്ത്രീ ത്വമേകിക. അന്യേഷാം, മറ്റുള്ളവർ പോലും, അതായത് മറ്റുള്ള ദൈത്യന്മാരുടെ മുൻപിൽ പോലും, സർവേ ദേവാന വൈയുധി, ദേവന്മാർക്ക് പോലും, ഒരു ദേവന്മാരിൽ ഒരാൾ പോലും നിൽക്കില്ല. പിന്നെയാണോ ഏകയായ സ്ത്രീയായ നീ എന്നാണ് ചോദിച്ചത്. പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും. കിം, പിന്നെയാണോ നീ സ്ത്രീയും ഏകയുമായ നീ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അന്വേഷാമപി ദൈത്യന്മാരിൽ, മറ്റുള്ള ദൈത്യന്മാരുടെ മുൻപിൽ, സർവേ ദേവാന വൈയുധി, യുദ്ധത്തിൽ മറ്റുള്ള ദൈത്യന്മാരുടെ മുൻപിൽ പോലും ദേവന്മാർക്ക് പോലും യുദ്ധത്തിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെയാണോ ഏകയും സ്ത്രീയുമായ നീ എന്ന് ചോദിക്കുന്നത്. തിഷ്ടന്തി സമ്മുഖേ, മുൻപിൽ, ദേവി കിം പുനഃ, പിന്നെയാണോ സ്ത്രീ ത്വമേക, ഏകയായ നീ എന്ന് ചോദിക്കുന്നു. അന്വേഷാമപി ദൈത്യാനാം സർവേ ദേവാന വൈയുധി. യുധി എന്ന് പറഞ്ഞാൽ ഇവിടെ യുദ്ധത്തിൽ എന്നർത്ഥം. ദേവന്മാർ പോലും യുദ്ധം ചെയ്യാൻ അവരുടെ മുമ്പിൽ നിൽക്കില്ല. പിന്നെയാണോ നീ എന്നാണ് ചോദിച്ചത്. അപ്പം സർവേ ദേവാന വൈയുധി തിഷ്ടന്തി സമ്മുഖേ ദേവി കിം പുനഃ സ്ത്രീ ത്വമേകിക. അടുത്ത ശ്ലോകം. ഇന്ദ്രാദ്യ സകലാ ദേവാഹ തസ്തുര്യേഷാം ന സംയുഗേ. സംയുഗം യുദ്ധം. അപ്പം യുധി, സംയുഗം, സംഗ്രാമം എല്ലാം യുദ്ധമാണ്, യുദ്ധത്തിൻ്റെ പര്യായങ്ങൾ. അപ്പം ഇന്ദ്രാദ്യ സകലാ ദേവാഹ, ഇന്ദ്രൻ ആദിയായ സകല ദേവന്മാരും, തസ്തുര്യേഷാം ന സംയുഗേ, സംഘടിച്ചാൽ പോലും യുദ്ധത്തിൽ, അതായത് ദേവന്മാർ പോലും ഇവരുടെ മുൻപിൽ യുദ്ധം ചെയ്യാൻ നിൽക്കില്ല. ശുംഭാദീനാം കഥം തേഷാം സ്ത്രീ പ്രയാസ്യസി സമ്മുഖം. ഇന്ദ്രാദി ദേവന്മാർ സംഘടിച്ചാൽ തന്നെ ശുംഭാദികളുടെ മുമ്പിൽ നിൽക്കാറില്ല. അങ്ങനെ പ്രതാപശാലികളായ അവരുടെ മുമ്പിൽ ഒരു സ്ത്രീ എങ്ങനെ ചെന്ന് നിൽക്കും? എങ്ങനെ അഭിമുഖമായി അവരുടെ നേരെ നോക്കും എന്നാണ് ചോദിച്ചത്. സാത്വം ഗച്ഛമൈവോക്താം പാർശ്വം ശുംഭനിശുംഭയോഹോ കേശാകർഷണ നിർദ്ധൂത ഗൗരവാമാഗമിഷ്യസി. ആ നീ, സാ ത്വം, ആ നീ, ഗച്ഛ പോരു, എൻ്റെ മൈ ഉക്ത അല്ലെങ്കിൽ മയാ ഉക്ത, എന്നാൽ പറയപ്പെട്ട പോലെ, ഞാൻ പറയുന്നത് പോലെ എൻ്റെ കൂടെ, പാർശ്വം ശുംഭനിശുംഭയോഗോ, ശുംഭനിശുംഭന്മാരുടെ പാർശ്വത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് നടക്കൂ. ഗച്ഛ, നടക്കൂ. അല്ലെങ്കിൽ കേശാകർഷണ നിർദ്ധൂത ഗൗരവാമാഗവിഷ്യസി,
ആ ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് നീ നടക്കൂ. അല്ലെങ്കിൽ കേശ ആകർഷണം, കേശം തലമുടി ആകർഷണം വലിച്ചഴയ്ക്കുക. നിർധൂതം ഗൗരവാമാഗമിഷ്യസി, നിൻ്റെ അഹങ്കാരം അരുത്. മാ എന്ന് പറഞ്ഞാൽ അരുത്. ധാർഷ്ട്യമോ വേണ്ട, നിൻ്റെ ധാർഷ്ട്യമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നീ എൻ്റെ കൂടെ ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് വരൂ. അങ്ങനെ വരുന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ മുടിക്കുത്തിൽ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകും. അത് നിനക്ക് നാണക്കേടുണ്ടാക്കും. അതുകൊണ്ട് അത് വേണോ, വേണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നാലും ഗമിഷ്യസി എന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ദ്രാദി ദേവന്മാർ സംഘടിച്ചാൽ തന്നെ ആരും ഇവരുടെ മുമ്പിൽ നിൽക്കില്ല. പ്രതാപശാലികളായ ആ ശുംഭനിശുംഭന്മാരുടെ മുൻപിൽ പിന്നെ എങ്ങനെയാണ് നീ ഒരു സ്ത്രീ ആയിട്ട് പോയി മുമ്പിൽ നിൽക്കുക? ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ കൂടെ പോരുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ തലമുടി ചുറ്റി പിടിച്ച് വലിച്ചിഴച്ച് നിൻ്റെ ധാർഷ്ട്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അതായത് ദേവിയുടെ അഭിമാനമെല്ലാം നശിപ്പിച്ച് ദേവിയെ വലിച്ചഴിച്ചുകൊണ്ട് പോകും. ഞാൻ പറയുന്നത് കേൾക്കൂ എന്നിങ്ങനെ സുഗ്രീവൻ പറയുന്നു. അപ്പോൾ ദേവി പറയുന്ന ഉത്തരം എന്താണെന്ന് നോക്കാം. ദേവി ഉവാചാം ഏവമേതദ്ബലി ശുംഭോ നിശുംഭശ്ചാതിവീര്യവാൻ കിം കരോമി പ്രതിജ്ഞാമേ യദനാലോചിതാ പുരാ അനാലോചിതാ പുരാ. അനാലോചനം എന്ന് പറഞ്ഞാൽ അനാലോചിക്കാതെ എടുത്ത തീരുമാനമാണ് ആ വ്രതം എടുത്തത്, അല്ലേ? ആ ഇത് പ്രതിജ്ഞ. അപ്പം ഏവം ഏതത് ബലി ശുംഭോ, ബലവാനായ ശുംഭനോ, നിശുംഭശ്ച അതിവീര്യവാനായ നിശുംഭനോ, കിം കരോമി എന്ത് ചെയ്യാം, പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രതിജ്ഞാമേ യദനാലോചിതാപുര, ഞാൻ ആലോചിക്കാതെ എടുത്ത പ്രതിജ്ഞ. അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ പ്രതിജ്ഞയെ എനിക്ക് മിഥ്യയാക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആലോചിക്കാതെ എടുത്ത ഒരു തീരുമാനമാണ്, ഒരു പ്രതിജ്ഞയാണ്, ഒരു വ്രതമാണ്. അതെനിക്ക് തെറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മുൻപ് ആലോചിക്കാതെ എടുത്ത തീരുമാനം, പുരാ യഥ അനാലോചിതം എന്നാണ് പറഞ്ഞത്. യഥ അനാലോചിത പുര, പണ്ട് ഞാൻ ആലോചിക്കാതെ എടുത്ത ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു വ്രതമാണ്. സാത്വം ഗച്ഛ, അതുകൊണ്ട് നീ പോയാലും മയൈ ഉക്തം, ഞാൻ പറഞ്ഞത് യഥേതത് സർവം ആദൃതക, അവിടെ ചെന്ന് ഞാൻ പറഞ്ഞതുപോലെ അപ്രകാരം പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെന്ന് പറ. തഥാ തഥാചക്ഷ്വാസ് അസുരേന്ദ്രായ, ആ അസുര ഇന്ദ്രന്മാരായ അവനോട് സചയുക്തം കരോതിയത്, നീ അവരോട് ചെന്ന് അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ ഈ പറയുന്നത് പോലെ അവർ യുക്തം പോലെ ചെയ്യേണ്ടത് ചെയ്തുകൊള്ളും എന്നാണ്. എൻ്റെ പ്രതിജ്ഞയെ എനിക്ക് വെടിയാൻ പറ്റില്ല, അതെനിക്ക് വേണ്ടെന്ന് വെക്കാനും പറ്റില്ല. അപ്പം നീ ഒരു കാര്യം ചെന്ന് അവിടെ ചെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പം അവർ വേണ്ടത് യുക്തം പോലെ എന്താണെന്ന്, യുക്തം സാച യുക്തം കരോതു, അവൻ എന്താണ് യുക്തമായത് അത് ചെയ്തോളും. എൻ്റെ പ്രതിജ്ഞ എനിക്ക് വെടിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സത്വം ഗച്ഛമൈവോക്തം യഥേത് സർവമാതൃത തഥാ ചക്ഷു അസുരേന്ദ്രായ സചയുക്തം കരോതു യത്. ഓം ഇതി ശ്രീമാർക്കണ്ഡേയപുരാണേ സാവർണികേ മന്വന്തരേ ദേവി മാഹാത്മ്യേ ദേവീദൂത സംവാദോ നാമ പഞ്ചമോധ്യായഃ. ഓം എന്ന് തുടങ്ങി ഓം അവസാനിച്ചു. ഇത് ഈ പ്രകാരം ശ്രീ മാർക്കണ്ഡേയ പുരാണത്തിൽ സാവർണിക മന്വന്തരത്തിൽ ദേവീ മാഹാത്മ്യത്തിൽ ദേവീദൂത സംവാദം എന്ന പേരോടുകൂടിയ പഞ്ചമോധ്യായം കഴിഞ്ഞു. ഇനി അതൊന്ന് വായിച്ചിട്ട് ടോട്ടൽ അർത്ഥം പറയാം. ദേവി ഉവാച സത്യമുക്തം ത്വയാ നാത്ര മിഥ്യ കിഞ്ചിത് ത്വയോദിതം ത്രൈലോക്യാധിപതി ശുംഭോ നിശുംഭശ്ചാപി താദൃശഃ കിന്തു അത്ര യത് പ്രതിജ്ഞാതം മിഥ്യ തത് ക്രിയതേ കഥം ശ്രൂയതാം അല്പബുദ്ധിത്വാത് പ്രതിജ്ഞായാ കൃതാ പുരാ. യോ മാം ജയതി സംഗ്രാമേ യോ മേ ദർപ്പം വ്യപോഹതി യോ മേ പ്രതിബലോ ലോകേ സമേ ഭർത്താ ഭവിഷ്യതി തഥാ ഗച്ഛതു ശുംഭോത്ര നിശുംഭോ വാ മഹാസുരഃ
മാം ജിത്വാം കിം ചിരേണാത്ര പാണിം ഗൃഹ്ണാതു മേ ലഘു. ദൂത ഉവാച അവിലിപ്താസി ദേവി ത്വം ഐവം ബ്രൂഹി മമാഗ്രത. ത്രൈലോക്യേ കാ പുമാൻ തിഷ്ഠയദഗ്രേ ശുംഭനിശുംഭയോः. അന്യേഷാമപി ദൈത്യാനാം സർവേ ദേവാൻ വൈയുധി. തിഷ്ഠന്തി സമ്മുഖേ ദേവി കിം പുനഃ സ്ത്രീ ത്വമേകികാം. ഇന്ദ്രാദ്യാ സകലാ ദേവാः തസ്തുര്യേഷാം ന സംയുഗേ. ശുംഭാദീനാം കഥം തേഷാം സ്ത്രീ പ്രയാസ്യസി സമ്മുഖം. സാത്വം ഗച്ഛമൈവോക്ത പാർശ്വം ശുംഭനിശുംഭയോः. കേശാകർഷണ നിർധൂത ഗൗരവാമാഗമിഷ്യസി. ദേവി ഉവാച ഏവമേതദ്ബലി ശുംഭോ നിശുംഭശ്ചാതിവീര്യവാൻ. കിം കരോമി പ്രതിജ്ഞാ മേ യതനാലോചിതാ പുരാ. സത്വം ഗച്ഛമൈവോക്ത യതേതത് സർവമാദൃതഃ തഥാ ചക്ഷുസുരേന്ദ്രായ സചയുക്തം കരോതു യത്. ഓം ഇതി ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മാഹാത്മ്യേ ദേവി ദൂതസംവാദോ നാമ പഞ്ചമോധ്യായഃ. ഇനി ഇതിൻ്റെ ടോട്ടൽ അർത്ഥം ഒന്ന് വേഗം പറഞ്ഞു തരാം. ഇത്രയും ഇന്നത്തെ മാത്രം ടോട്ടൽ അർത്ഥം. സുഗ്രീവനോടായി ദേവി ഇങ്ങനെ പ്രതിവചിക്കുന്നു, ഇങ്ങനെ പറയുന്നു: നീ പറഞ്ഞതെല്ലാം പരമാർത്ഥം തന്നെ, അതിന് തെറ്റൊന്നും കപടതയൊന്നുമില്ല, അല്ലെങ്കിൽ കാപട്യത്തിൻ്റെ കണിക പോലും അതിലില്ല, സത്യം. ത്രൈലോക്യനാഥനാണ് ശുംഭൻ, നിശുംഭനും അതുപോലെ തന്നെ, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ നീ പറഞ്ഞതുപോലെ ശുംഭനിശുംഭന്മാരിൽ ആരെയെങ്കിലും പരിഗ്രഹിക്കരുതോ എന്ന് നീ ചോദിച്ചില്ലേ, അതിന് അല്പം വിഷമമുണ്ട്. എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ അക്കാര്യത്തിൽ ഒരു പ്രതിജ്ഞ ചെയ്തു പോയി. അതായത് എൻ്റെ കല്യാണം നടക്കണമെങ്കിൽ ഞാനെടുത്ത പ്രതിജ്ഞ പാലിക്കണം. എന്താണ് പ്രതിജ്ഞ? ഏതൊരുവൻ എന്നെ യുദ്ധത്തിൽ ജയിക്കുന്നുവോ, അല്ലാത്ത പക്ഷം എൻ്റെ അഹങ്കാരത്തെ നീക്കം ചെയ്യുകയോ, അതും സാധ്യമാകാത്ത പക്ഷം എനിക്ക് തുല്യവാനായി കാണുകയോ ചെയ്താൽ അവനെ ഞാൻ ഭർത്താവായി വരിക്കും. അതാണ് എൻ്റെ പ്രതിജ്ഞ. പ്രബലന്മാരും പ്രസിദ്ധന്മാരുമായ അസുര രാജാക്കന്മാരിൽ ശുംഭനും നിശുംഭനും ഇത് പ്രയാസം കൂടാതെ സാധിക്കാവുന്നതാണ്. എന്തിന് കാലം കളയുന്നു? ശുംഭനോ മഹാസുരനായ നിശുംഭനോ ഏകാഗ്നിയായി എന്നെ ജയിച്ച് എൻ്റെ പാണിയെ ഗ്രഹിക്കട്ടെ, എന്നെ പിടിച്ചുകൊണ്ട് പോട്ടെ എന്നർത്ഥം. ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് സുഗ്രീവൻ പറയുന്നു: ഹേ ദേവി, നീ വലിയ അഹങ്കാരിയായി കാണുന്നു. എൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ശുംഭനിശുംഭന്മാരുടെ മുൻപിൽ ത്രിലോകത്തിൽ ഉള്ളവരിൽ ഒരു പുരുഷൻ നിൽക്കാൻ പോലും ധൈര്യപ്പെടുകയില്ല. ഇന്ദ്രാദി ദേവന്മാർ സംഘടിച്ചാൽ തന്നെ ശുംഭാദികളുടെ മുമ്പിൽ നിന്ന് നിൽക്കാറില്ല. അങ്ങനെ പ്രതാപശാലികളായ അവരുടെ മുമ്പിൽ ഒരു സ്ത്രീ എങ്ങനെ ചെന്ന് നിൽക്കും? എങ്ങനെ അഭിമുഖയായി നോക്കും, അല്ലെങ്കിൽ അഭിമുഖമായി നിന്നു നോക്കും? ഞാൻ പറയുന്നതനുസരിച്ച് ശുംഭനിശുംഭന്മാരുടെ അടുക്കൽ പോകുന്നതാണ് നല്ലത്. തലമുടി ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ച് നിൻ്റെ ധാർഷ്ട്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കൊണ്ടുപോകുന്നതല്ല നല്ലത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ എന്നിങ്ങനെ സുഗ്രീവൻ പറഞ്ഞു. ദേവി മറുപടിയായി ഇങ്ങനെ പറയുന്നു: നീ പറഞ്ഞതെല്ലാം പരമാർത്ഥം. ശുംഭൻ ബലവാനും നിശുംഭൻ അതിവീര്യശാലിയും. പക്ഷേ എന്തു ചെയ്യാം, ഞാൻ ആലോചിക്കാതെ ഒരു പ്രതിജ്ഞ ചെയ്തു പോയി. അതുകൊണ്ട് നീ ഇപ്പോൾ പോകൂ. അതാണ് സാത്വം ഗച്ഛമൈവോക്തം യഥേത് സർവമാദിത. ഞാനിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നീ ചെന്ന് അവരോട് പറയുക. തഥാ ചക്ഷു അസുരേന്ദ്രായ, ആ അസുരേന്ദ്രൻ, ആ ശുംഭനെ അറിയിക്കൂ ഞാൻ പറഞ്ഞതെല്ലാം. ആ അസുര രാജാവായ ശുംഭനെ അറിയിക്കൂ. അവൻ യോഗ്യമായത് യുക്തമായത് വേണ്ടതുപോലെ ചെയ്തുകൊള്ളും. അപ്പം ദേവിയുടെ മനസ്സിൽ ഇവർ ദേവിയുടെ അടുത്തേക്ക് വന്നാലേ ദേവിക്ക് യുദ്ധം ചെയ്ത് അവരെ കൊല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വരുത്താനുള്ള വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് നീ പോയി ഞാൻ പറഞ്ഞതുപോലെ എല്ലാം പറയുക. അപ്പോൾ അവർ വേണ്ടതായ യുക്തം പോലെയുള്ള കാര്യങ്ങൾ അവൻ ചെയ്തുകൊള്ളും. അതുകൊണ്ട് നീ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ ദൂതനെ പറഞ്ഞു വിട്ടു. ഇങ്ങനെ 5-ാം അധ്യായം നമ്മളുടെ സമാപിച്ചു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം. അമ്മേ നാരായണ. സകലം ശ്രീ ദുർഗാർപ്പണമസ്തു. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം
പൂജാം ചെയ്യുവന ജാനാമി ക്ഷമ്യതാം പരമേശ്വരീം.